ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി മാങ്ങാച്ചാറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന അച്ചാറാണ്. ഈ അച്ചാർ കാണുമ്പോഴേ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ചെറുപ്പത്തിലേക്ക് പോകുന്നുണ്ടാവും. കാരണം പണ്ട് കാലത്തെ അമ്മമാരൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് അച്ചാർ ഇട്ടുകൊണ്ടിരുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇതിന് പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട, അതുപോലെ തന്നെ എണ്ണ പോലും ഈവൻ ഇതിനായിട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പം മാങ്ങയൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഈ മാങ്ങാച്ചാർ എന്ന് പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോറിനകത്തൊക്കെ എൻ്റെ അമ്മ തയ്യാറാക്കി സ്ഥിരം വെച്ചിരുന്ന ഒരു അച്ചാറാണ്. അപ്പം ഇതിനായിട്ട് മാങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന്. മാങ്ങ സെലക്ട് ചെയ്യുമ്പോൾ പുളിയുള്ളത് നോക്കി തിരഞ്ഞെടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പം ഞാനിവിടെ ഒരു 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനെ മൊത്തത്തിൽ അരിഞ്ഞ് നമ്മൾ ഗ്ലാസ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഗ്ലാസ് ബൗളിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഈ അരിയുന്ന കൂടെ നമ്മൾ മാങ്ങാണ്ടിയോട് ചേർന്നിട്ടുള്ള ഫ്ലഷ് ഒക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളിയൊക്കെ നമ്മുടെ അച്ചാറിനുണ്ടാവും. അപ്പോൾ പ്രത്യേക പുളിയൊക്കെ കൂടുതലുള്ളപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിനെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. കാരണം എൻ്റെ അടുത്ത് ഉലുവയും കായം ഒന്നും പൊടിച്ചതുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കായം വറുക്കുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മിച്ചം നല്ലെണ്ണയാണ് കേട്ടോ, നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. അതിലേക്ക് കുറച്ചേറെ എന്താ പറയുക കായം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത്രയൊന്നും നമ്മുടെ ഈ അച്ചാറിന് ആവശ്യമില്ല. 3 മാങ്ങയുടെ അച്ചാറിനുള്ള കായം മതി. പക്ഷെ എനിക്കിത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നീട് ഇനി അച്ചാർ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഒരുമിച്ച് പൊടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പൊരിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കണം. അതിനുശേഷം അതൊന്ന് ആറാനായിട്ടുള്ള സമയം കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉലുവ പൊടിച്ചെടുക്കാൻ പോവാണ്. ഉലുവയ്ക്ക് എന്താ പറയുക, എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് റോസ്റ്റ് ചെയ്യാണ് ഡ്രൈ ആയിട്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ കടുകൊക്കെ പൊട്ടുന്നത് ഇതുപോലെ ചെറുപറ പൊട്ടി വരും. ചെറിയ നിറ വ്യത്യാസം വരും. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇത് രണ്ടും മിക്സിയുടെ ജാറിലോ ഇടികല്ലിലോ എവിടെയാണെന്ന് വെച്ച് പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ നൈസായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം ഇതിൽ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ മാങ്ങ ഇങ്ങ് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇതൊക്കെ പൊടിച്ചുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇത്ര വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. അരിയുന്ന പാടെ ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡറോ അല്ലാത്ത ചില്ലി പൗഡറോ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മിച്ചം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടീസ്പൂണ് കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ എന്താ പറയുക, ഒരു 3/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചത്. 3/4 ടീസ്പൂൺ മതി. ഉലുവയൊക്കെ ടേസ്റ്റ് നോക്കി വേണം ചേർക്കാൻ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് കയ്പുണ്ടാവും. അപ്പോൾ അത്ര മാത്രം ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഇപ്പം നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം അപ്പോഴും തന്നെ ചാറ് ഒരുപാട് വേണ്ടവരാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ, തിളച്ച വെള്ളം ഒന്നും ഒഴിക്കരുത്, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല. ഇതിന് ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് കോരി വെക്കുന്നേ ഉള്ളൂ. ഒരു 3 ദിവസം എന്താ പറയുക, പുറത്തിരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഊറി വരും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാങ്ങയിൽ നിന്ന് തന്നെ കിട്ടും. എന്നിട്ട് എന്താ, ഒന്നും പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല, കോരി വെക്കുക. ഫ്രിഡ്ജിലോട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഈ 3 ദിവസം ഫ്രിഡ്ജ് വെക്കരുത്, പുറത്ത് തന്നെ ഇരിക്കണം. പൂപ്പലൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഡെയിലി എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഡെയിലി എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുക കേട്ടോ, ഒരു 3 ദിവസത്തിന് ശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, സിമ്പിളാണ്, അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.